മാസങ്ങളെ പോലെയല്ല, റമദാനിൽ നമ്മൾ ഒന്ന് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ വേഗത്തിൽ നമ്മുടെ ദുആ സ്വീകരിക്കും, നമ്മുടെ രോഗങ്ങൾ ശിഫയാകും. എന്താ ചെയ്യേണ്ടത്? മഹാന്മാർ പറയുന്നു, സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ ആയത്ത് അത് 7 തവണ ഓതിയിട്ട് നമ്മുടെ 2 കൈകളിൽ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ ശരീരത്ത് തടവണമെന്നാണ്. അത് ഓരോ രോഗികളും ചെയ്യണം. ഓരോ രോഗികളും, അല്ലാതെ പള്ളിയിൽ ഉസ്താദിനോട് ചെയ്യാൻ പറയില്ല. എനിക്ക് രോഗമാണെങ്കിൽ ഞാൻ ചെയ്യണം, നിങ്ങൾക്ക് രോഗമാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള രോഗം അതെന്തായാലും വരും. ആ രോഗം വരും. പക്ഷെ ആ രോഗം വരുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള മന്ത്രങ്ങൾ അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയ 83-ാമത്തെ ആയത്ത്, അത് 7 വട്ടം. ഇത് ആര് പറഞ്ഞെന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് രോഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ മഹാനവറുകൾ അത് മാറാൻ വേണ്ടി ചെയ്ത ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? ഏതാണ് ആ ആയത്ത്? വിശുദ്ധമായ ഖുർആനിലെ സുന്ദരമായ ശിഫാഇന്റെ ആയത്തുകളിൽ പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്ക് കടുത്ത കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു, എനിക്ക് ഭയങ്കര പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. നിന്റെ കരുണ കൊണ്ട് എന്റെ ഈ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരണേ അല്ലാ എന്നാണ് ഏകദേശം അതിന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഇത് 7 വട്ടം ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് ഒരു ദിവസം 3 പ്രാവശ്യമായിട്ട് ഇത് ചെയ്യുക. 7 വട്ടം ഓതിയിട്ട് കൈകളിൽ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ, തലയിൽ, മുഖത്ത്, എല്ലാ അവയവത്തിലും നമ്മൾ ഒന്ന് തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നേട്ടമുള്ള ഒരു ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. മഹാനായ അയ്യൂബ് നബിയുടെ ദുആയിൽപ്പെട്ട ഒരു ദുആയാണ്.